ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണിത്. ആരാണ് ഈ സൊസൈറ്റി ഗോപാലേട്ടൻ? ജന്മിത്വം കൊടികുത്തി വാണിരുന്നൊരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി നിർഭയം പോരാടിയ മനുഷ്യൻ. സത്യത്തിൽ ഈ ചെമ്മണ്ണൂരിലെ പാർട്ടി സ്ഥാപകൻ. സൊസൈറ്റി പ്രസ്ഥാനങ്ങളിലൂടെ നിരവധി കർഷക സമരങ്ങളിലൂടെ പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയ ആ മനുഷ്യനെ അതേ പാർട്ടി തന്നെ ഇപ്പൊ പുറത്താക്കുമെന്ന് വെച്ചാൽ? അതും ഗോപാലൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോ. പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ ആ തുക സൊസൈറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ സൊസൈറ്റി ഗോപാലൻ ആ തുക ദുരുപയോഗം ചെയ്തു എന്നല്ലേ അർത്ഥം? പിന്നെന്തിനു നമ്മള് അദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിക്കണം? ഗോപാലേട്ടന് വേണ്ടി ഈ തുക മറ്റാരെങ്കിലും ബാങ്കിൽ അടച്ചാൽ ഈ പുറത്താക്കൽ നടപടി ഒഴിവാക്കാൻ സാധിക്കില്ലേ? സമുന്നതനായ ഒരു നേതാവിനെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിക്കില്ലേ? ഇത് പുറത്തറിഞ്ഞാൽ പാർട്ടിയുടെ ഇമേജ് എന്താകും? പാർട്ടിയുടെ ഇമേജ് വർദ്ധിക്കുകയുള്ളൂ. തെറ്റാര് ചെയ്താലും പാർട്ടി അയാളെ ശിക്ഷിക്കും എന്ന സന്ദേശമാണ് ജനങ്ങൾക്ക് കിട്ടുക. ബാങ്കിലെ തുക ആരടയ്ക്കുന്ന പറയണത്? പുറത്താക്കൽ നടപടി നിർത്തിവെച്ചാൽ അതിനെപ്പറ്റി ആലോചിച്ചാ പോരെ? ചിലപ്പോ കുഞ്ഞുണ്ണി മുതലാളി സഹായിച്ചാൽ. പക്ഷേ ഫാക്ടറി പ്രശ്നത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതൊരു കാരണവശാലും നടക്കില്ല. സെക്രട്ടറി എന്ന നിലയിൽ ശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ്. അദ്ദേഹത്തിന്റെ മകനെന്ന നിലയ്ക്ക് ആ കടബാധ്യതയും ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന തുകയാണോ മൂന്നത്? ഏറ്റെടുത്തല്ലേ പറ്റൂ. പക്ഷെ കടം വീട്ടുന്നത് വരെ പാർട്ടി എനിക്ക് ലീവ് അനുവദിക്കണം. ബാങ്കിൽ നിന്ന് ഒരു സാവകാശം വാങ്ങി തരികയും വേണം. അങ്ങനെയാണെങ്കിൽ ഗോപാലൻ എന്തിനു പുറത്താക്കണം? ചെറുപ്പകാലം തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എനിക്കറിയാവുന്നതുപോലെ ഗോപാലൻ ഇവിടെ ആർക്കും അറിയില്ല. പുറത്താക്കാൻ നടപടി അംഗീകരിക്കാൻ എനിക്കാവില്ല. അത് രാമണ്ണി മാഷിന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് പാർട്ടിയുടെ തീരുമാനം. ദിവാര, പ്രമേയം വായിക്ക്. സഖാക്കളെ, പാർട്ടി നിശ്ചയിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമന പ്രകാരം സഖാവ് സൊസൈറ്റി ഗോപാലൻ എന്ന ചിറ്റയെഴുത്ത് ഗോപാലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ. ഗോപാലേട്ടൻ പോയി. നിങ്ങളുടെ പാർട്ടിക്ക് CID പണയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. അതുകൊണ്ടാ ഫോണിൽ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഗോപാലേട്ടന്റെ ശവസംസ്കാര ചടങ്ങിന് പോയിരുന്നു. ഒരർത്ഥത്തിൽ ഗോപാലേട്ടന്റെ അസുഖവും തുടർന്നുണ്ടായ മരണമാണല്ലോ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കിയത്. പറയേ, എങ്ങനെയാ നിങ്ങളിത് ഒപ്പിച്ചത്? സൊസൈറ്റിക്ക് വേണ്ടി ഒരു എമൗണ്ട് ലോൺ എടുത്തപ്പോ ഗോപാലേട്ടൻ ഒപ്പിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് സെക്യൂരിറ്റി എന്ന നിലക്ക് വാങ്ങി സൂക്ഷിച്ചിരുന്നു. അതിലൊരു 20 ലക്ഷം രൂപ എഴുതി പണം ഡ്രോ ചെയ്തു. കണ്ടുപിടിച്ച അകത്താവുന്ന കേസാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എന്നെ കൈവിടില്ല എന്നുള്ള. കൊള്ളാം. എന്നെ കടിച്ചു കൊല്ലാൻ നോക്കിയ കരിമൂർക്കന്റെ പത്തി ചതച്ചരച്ച് ചമ്മന്തിയാക്കിയ തന്നെ കൈവിടാനോ? അപ്പൊ ഇനി എന്താ പരിപാടി? കരുതലോടെ നീങ്ങണം. ചിലതൊക്കെ മനസ്സിലുണ്ട്. ഒക്കെ ഞാൻ അപ്പൊ പറയിക്കാം. എനിക്ക് അടിയന്തരമായി തിരുവനന്തപുരത്ത്. ആരുടെ അടിയന്തരം? അവിടെ സ്റ്റേറ്റ് കമ്മിറ്റി നടക്കുക. ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ. എന്താ മുകുന്ദേട്ടാ ഇത്? ഇവിടെ തന്നെ ഒരേ ഇരിപ്പാണ്. വൈകുന്നേരം ജംഗ്ഷനിലോട്ട് വരാനിരുന്നതാണ്. നാളെ മുതൽ ചായക്കട തുറക്കണം. 2-3 ദിവസമായിട്ട് മുകുന്ദന്റെ കാര്യം തന്നെ ഞങ്ങൾ ആലോചിച്ചത്. ചില്ലറ ഭാരമാണോ തലയിലെടുത്ത് വെച്ചത്? 20 ലക്ഷത്തിന്റെ ബാധ്യതയല്ലേ? എത്ര കാലം പരിപ്പോടെയും ചായയും വിറ്റാലാ 20 ലക്ഷത്തിന്റെ കടം വീട്ടാൻ പറ്റുക? അത് പ്രായോഗികമാണോ? എനിക്ക് വേറൊരു പണി അറിയില്ലല്ലോ. അല്ലേ പിന്നെ കിളക്കാനോ തെങ്ങ് കയറാനോ പോണം. തെങ്ങ് കയറിയ നല്ല തഴമ്പുണ്ടാവുന്നല്ലാതെ ഇത്രയും പണം എങ്ങനെ ഉണ്ടാക്കാനാ? എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചു മുകുന്ദ. ജില്ലാ കമ്മിറ്റിക്കും മുകുന്ദന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. മുകുന്ദന് കടം കയറി നിക്കക്കളി ഇല്ലാതായാൽ പാർട്ടിക്കല്ലേ അതിന് ക്ഷീണം. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുക. എന്ത് തീരുമാനം? മുകുന്ദേട്ടൻ എന്തായാലും പാർട്ടിയിൽ നിന്ന് ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. ആ സമയം എന്ന് വെച്ചാ 2-3 കൊല്ലം ദുബായ് പോയി ജോലി ചെയ്തൂടെ? ഐസ് മിഠായി വിറ്റ് നടന്നിരുന്ന കുമാരൻ, കൂലിപ്പണിക്കാരൻ വാസു, ആശാരി ബാലൻ, അങ്ങനെ എത്ര പേരാ ഗൾഫിൽ പോയി ലക്ഷപ്രഭുക്കളായത്? എന്നെ ഒരു ലക്ഷപ്രഭു ആക്കാനാണോ പാർട്ടിയുടെ തീരുമാനം?
ലക്ഷങ്ങളുടെ കടം വന്നാൽ അത് വീട്ടാൻ ലക്ഷങ്ങൾ തന്നെ വേണ്ടേ? മറ്റാരെങ്കിലും സഹായിക്കാമെന്ന് വെച്ചാൽ അത് മുകുന്ദന് സമ്മതമല്ല. എന്തായാലും ചായക്കട നടത്തി ഈ കടം വീട്ടാമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കണ്ട. ദുബായ് എന്ന് പറയുമ്പോ ഞാൻ വേണേ ക്യൂബയിലോ ചൈനയിലോ പോകാം. ക്യൂബയും ചൈനയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഒരു വിദേശിക്ക് ജോലി കൊടുക്കാനുള്ള വകുപ്പൊന്നും അവിടെ ഇല്ല. അഥവാ ജോലി കിട്ടിയാൽ തന്നെ നല്ല ശമ്പളം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ക്യൂബയ്ക്കില്ല. ആര് പറഞ്ഞു? ഫീഡൽ കാസ്ട്രോ. മൂപ്പര് നിരന്തരമായി അമേരിക്കയുമായി സംഘർഷത്തിലായതുകൊണ്ട് അവിടെ സ്ഥിതിയൊക്കെ അല്പം മോശം. നല്ലതുപോലെ ചിന്തിച്ചിട്ടാ മുകുന്ദേട്ടാ ഞങ്ങൾ പറയുന്നത്. കരുണേട്ടൻ അനുദ്രവൻ സിദ്ധാർത്ഥൻ ദുബായിലുണ്ട്. അവൻ മുഖേന ഒരു വിസ സംഘടിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. ജില്ലാ കമ്മിറ്റി പറയുന്നത് മുകുന്ദനെ പോലെയുള്ള ഒരു നേതാവിന്റെ ആവശ്യം ഇപ്പൊ ദുബായിലുണ്ടെന്ന. ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ. അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അവർ സംഘടിതരല്ല. മുകുന്ദന് അവർക്കിടയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പ്രവാസികൾക്ക് വോട്ടവകാശം ലഭ്യമാക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണല്ലോ. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. മുകുന്ദനൊന്നും അറിയണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ദുബായിക്ക് പോകാൻ മാനസികമായി തയ്യാറെടുക്കുക. അത്രേ മുകുന്ദൻ ചെയ്യേണ്ടതുള്ളൂ. ബസ് വരുന്നുണ്ട്. വിഷമിക്കണ്ട, ഇതൊരു സ്ഥലം മാറ്റായിട്ട് കരുതിയാൽ മതി. മാറാത്തതൊന്നേ ഉള്ളൂ മാറ്റം എന്ന് മാർസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കടബാധ്യത തീർക്കാനാണെങ്കിലും അവിടുത്തെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാനാണല്ലോ ഞാൻ പോകുന്നത്. ലാൽ സലാം. കൊല്ലം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ജനകീയ മുന്നണിയുടെ ഷിഹാബുദ്ദീൻ വിജയിച്ചു. സോഷ്യലിസ്റ്റ് മുന്നണിയുടെ പരമ്പരാഗത മണ്ഡലമായ ഇവിടെ അവരുടെ ആർ ഗോപകുമാറിനെയാണ് ഷിഹാബുദ്ദീൻ പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് യുവനേതാവ് നജീബ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മാപ്പിള ലീഗിലെ മുഹമ്മദ് ജബ്ബാറിനെ 762 വോട്ടിന് അട്ടിമറിച്ചു. ജനകീയ മുന്നണിയുടെ കുത്തക മണ്ഡലമായ ഇവിടെ ആദ്യമായാണ് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ഇപ്പോൾ കിട്ടിയത് ചെമ്മണ്ണൂർ നിയോജക മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ PP കരുണൻ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ സുധാകരനെ 7304 വോട്ടിന് പരാജയപ്പെടുന്നു. പരമ്പരാഗത മണ്ഡലമായ ചെമ്മണ്ണൂരിൽ ആദ്യമായാണ് കരുണൻ മത്സരിച്ചത്. ഞങ്ങളുടെ നിയോജകമണ്ഡലം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നത്. 140 ഫലം പ്രഖ്യാപിച്ചത് 20. സോഷ്യലിസ്റ്റ് മുന്നണി ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു. ഹലോ, അതെ, കൊടുക്കാം. ഹലോ ഹലോ, മുകുന്ദനാ. ലാൽ സലാം സഖാവേ. ജയിച്ച വിവരം TV കണ്ടു. ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു പോയല്ലോ. പിന്നെ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളുടെ ഒരു മുൻഗണനാ ലിസ്റ്റ് ഞാൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. TV ചാനൽ, പത്രം എന്നൊക്കെ പറഞ്ഞുള്ള കറക്കം ഇനി വേണ്ട. നിയമസഭ ഇല്ലാത്തപ്പോ ചെമ്മണ്ണൂരിൽ തന്നെ ഉണ്ടാവണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും സഖാക്കളും കൂടി ചെയ്തോളാം. സഖാവ് അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. പിന്നെ പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ. ആ ബാങ്കിലെ മാനേജറെ ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. കിട്ടിയ കാശ് തോന്നിയ പോലെ ചെലവാക്കാതെ ആ ബാങ്കിലെ കടം കുറെ കൂടി വേഗത്തിൽ അടച്ചു തീർക്കാൻ നോക്ക്. കിട്ടുന്ന കാശിന്റെ തോന്നിയ പോലെ ചെലവാക്കുന്നതിന്റെ കാര്യം ഞാനിപ്പോ പറയുന്നില്ല. എന്റെ കാർഡ് തീരാറായി. എല്ലാ സഖാക്കളോടും എന്റെ അന്വേഷണം പറയൂ. ശരി. രൂപാമൂന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണേ. അവിടെ പോയപ്പോ ഒക്കെ മറന്നു. ബാങ്കിലെ കടം മറന്നു, നാട് മറന്നു, പാർട്ടീനെ സഖാക്കളെ ഒക്കെ മറന്നു. ദുബായിലിപ്പോ കാശും പൊന്നും വാരിക്കൂട്ടുന്ന തിരക്കില്ലല്ലേ. സുലൈമാനി.
അങ്ങോട്ട് വേഗം എടുത്തു കൊടുക്ക്. ആ മുകുന്ദ, നീ എന്താ ഇവിടെ? ആ അബ്ബാസോ, എനിക്കിപ്പോ ഇവിടെയാണല്ലോ പണി. ഇവിടെയോ? അപ്പൊ അന്ന് മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുത്തി അറബി തന്ന ജോലി നീ വിട്ടോ? ആ അറബി എനിക്ക് ജോലി തന്നില്ലല്ലോ. അയാൾ പിറ്റേന്ന് തന്നെ എങ്ങോട്ടോ പോവാണ്, 5-6 മാസം കഴിഞ്ഞേ വരൂ എന്നാണല്ലോ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ജെയിംസിനോട് പറഞ്ഞത്. ജെയിംസ് അല്ല അയാളോട് സംസാരിച്ചത്. എനിക്ക് അറബി അറിയില്ലല്ലോ. നിന്റെ ആൾക്ക് ജോലി കൊടുത്തുന്നാണല്ലോ പിന്നീട് കണ്ടപ്പോ അറബി എന്നോട് പറഞ്ഞത്. السلام عليكم بوس، أنا عباس ديرة، كيف حالك؟ أنت أتى شغل عدد يوم شاديك مالي هو موجود منك؟ أوكي أوكي شكرا ما سلام. എന്താ സംഭവം? ആ ജോലി ആണുങ്ങളും കൊണ്ടുപോയി. അന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരു ഇത്തിക്കണ്ണി, അവനിപ്പോ ആ കമ്പനിയിലെ പെർമനന്റ് സ്റ്റാഫാ. ആര്, ജെയിംസോ? ചെമ്മന്നൂർ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്യൂബ മുകുന്ദനെ ഓർക്കുമ്പോ മനസ്സിൽ എപ്പോഴും ഒരു അഭിമാനമായിരുന്നു. നാട് കാക്കാൻ വേണ്ടി കാട്ടിയ വീറും വാശിയും തന്റെയൊക്കെ സ്വന്തം ജീവിതത്തിൽ കുറച്ചെങ്കിലും കാട്ടായിരുന്നില്ല നിനക്ക്? എന്താ നിനക്ക് പറ്റിയത്? സഖാവ് സൊസൈറ്റി ഗോപാലേട്ടൻ കാശ് തിരിമറി നടത്തിയെന്ന ഒരു കഥയുണ്ടാവുക, ആ കഥ തൊണ്ട തൊടാതെ വിഴുങ്ങിട്ട് ബാധ്യതയും ഏറ്റെടുത്ത് ദുബായിക്ക് ഇങ്ങോട്ട് കയറിപ്പോരുക. ഗോപാലേട്ടന് തെറ്റുപറ്റിയെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല, എന്നിട്ട് സ്വന്തം മോനത് വിശ്വസിച്ചു. വിശ്വസിച്ചിട്ടൊന്നുമല്ല, പക്ഷെ തെളിവുകളൊക്കെ. തെളിവ് എന്നിട്ട് എന്തുണ്ടായി? നീ ഇരിക്കേണ്ട സ്ഥാനത്ത് കരണം കയറി MLA ആയി. എനിക്ക് MLA മന്ത്രിയൊന്നും ആവണ്ട. ഞാനും അച്ഛനും ഒന്നും പാർട്ടി പ്രവർത്തിച്ചത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. പക്ഷേ അർഹതയില്ലാത്തവർ സ്ഥാനത്ത് വരുന്നത് തടയേണ്ടതും പാർട്ടിയോടും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കേണ്ടതും പാർട്ടി പ്രവർത്തകന്റെ കടമയാണ്. ഒരു ആരോപണം ഉണ്ടായാലുടനെ രാജിവെക്കാനും ലീവ് എടുത്തു മുങ്ങാനും നീ ആരാ? AK ആന്റണിയോ? എന്റെ ലൂസി, പിള്ളേരെ സ്കൂളിൽ അയച്ചേച്ച് നീ ആ വീട് പണി നടക്കുന്നിടത്തൊന്നും ചെന്നില്ലേ? കണ്ണ് തെറ്റിയാൽ അവന്മാർ ആ സിമെന്റും കമ്പിയും മറിച്ച് വിൽക്കും. ശരി ശരി, ഇതിലെ കാച്ചു തീർന്നു. ചിക്കൻ ഫ്രൈ ആൻഡ് ബിരിയാണി റെഡി. ഡെയിലി ചിക്കനോ? ഇത് ശരിയാവത്തില്ല. എനിക്ക് കൊളസ്ട്രോളാ, ഞാൻ ഇതിന് ഷെയർ തരിക. അതിന് ഇനി ഹാർട്ട് അറ്റാക്ക് വേണ്ട, ഇത് എന്റെ വകയാ. നാളെ എന്റെ മോളുടെ കല്യാണമാണ്. ഓ, അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ണം കഴിച്ചാലൊന്നും കൊളസ്ട്രോൾ കൂടത്തില്ല. ഷെയർ കൊടുക്കണ്ടെങ്കിൽ പിന്നെ ഡെയിലി കഴിച്ചാലും ഒരസുഖവും വരത്തില്ല അല്ലേ ചേ? എന്തായാലും കോട്ടുകമ്പിയാർക്ക് ചിക്കൻ കൊടുക്കണ്ട. വന്ന ആരാ? ചെങ്ങയ്യ? അതെ, അബ്ബാസ് എന്റെ നാട്ടുകാരൻ തന്നെയാ. ഏത് കമ്പനിയിലാ ജോലി? കമ്പനിയിലൊന്നുമല്ല, മീൻ മാർക്കറ്റിലാ. ദുബായിലെ ഷാർജയില്ല? ദുബായ് തന്നെ. ആ, നിങ്ങള് രണ്ടാളും കൈക്കോളി. ഇന്ന് എന്താ കോള്? ആ, മോളുടെ കല്യാണ നാളെ. അതിന്റെ ഒരു സന്തോഷ. നിങ്ങൾ ഇരിക്കെ, ഞാനൊരു പ്ലേറ്റ് കൂടെ എടുത്തിട്ട് വരാം. വാ, അകത്തിരിക്കാം. ആ, മോളുടെ കല്യാണമായിട്ട് നിങ്ങൾ നാട്ടിൽ പോവാത്ത എന്ത്? ഞാൻ അവിടെ പോയിട്ട് ഇപ്പൊ എന്താക്കാനാ? നിക്കാഹിന് വേണ്ടത് പൊന്നും പണവാ. അതവിടെ കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ നോക്കി നടത്താൻ ഓളം മാമന്മാരുണ്ട്. എന്റെ അനിയന്മാര് 3 പേരുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് കൊണ്ട് 3 പവൻ കൂടുതൽ വാങ്ങാൻ പറ്റും. എന്റെ ഒരു ആവശ്യമില്ല അവിടെ. പക്ഷേ ഇന്നലെ രാത്രി മോള് വിളിച്ചിട്ട്, ബാപ്പ നിങ്ങളെന്റെ കല്യാണത്തിന് വരൂലെന്ന് ചോദിച്ചിട്ട് ഒരേ കരച്ചില്. അപ്പൊ നമ്മള് കരഞ്ഞു പോയി. എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ, പണിസ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവിട്ടത് ഞാൻ. ആ എന്നോട് ഒരക്ഷരം പോലും പറയാതെ ഒരു ദിവസം എങ്ങോട്ടോ പോയി. എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ഈ സ്ഥലം കണ്ടുപിടിച്ചതറിയോ? എന്തിനിത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു? എല്ലാം എനിക്ക് മനസ്സിലായി. കുഞ്ഞുണ്ണി മുതലാളിയുടെ തുകൽ ഫാക്ടറിക്കെതിരെ സമരം ചെയ്തതിന് ഇവിടെ വിളിച്ചു വരുത്തി പ്രതികാരം അല്ലേ? ചൈനയിലോ ക്യൂബയിലോ പോവാമെന്ന് ഞാൻ പറഞ്ഞതാണ്, സമ്മതിച്ചില്ല. ദുബായിൽ നിറച്ച് പണം കായ്ക്കുന്ന പനയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇത്രയും കാലം ഒരു പനയും ഞാൻ കണ്ടില്ല. ഇനി കരുടനും കൂടി അറിഞ്ഞിട്ടാണോ ഈ പരിപാടി എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഏത് കുഞ്ഞുണ്ണി മുതലാളി? ലേബർ സപ്ലൈ ഉടമസ്ഥൻ കുഞ്ഞുണ്ണി മുതലാളി. അയാളുടെ തുകൽ ഫാക്ടറിയല്ലേ ഞങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ചത്. അതെ, എനിക്ക് ഒരു കുഞ്ഞുണ്ണി മുതലാളിനെ അറിയില്ല, നാട്ടിലെ നിങ്ങളുടെ ഇഷ്യൂസും അറിയില്ല.
മുകുന്ദൻ ആകെ കടത്തിലാണ്, എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് അമ്മാവൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ കല്ലിക്കണ്ടി ഹനീഫി ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. അവനാ അത് ഏർപ്പാടാക്കിയത്. ഇനി വേറെന്തെങ്കിലും പണി വേണോ പറ, ഞാൻ ശരിയാക്കി തരാം. എനിക്ക് നിന്റെ പണിയും വേണ്ട, നിന്നെ കാണുകയും വേണ്ട. എന്ന് പറഞ്ഞാൽ മൂന്നെട്ടിന്റെ കാര്യങ്ങൾ അമ്മാവൻ എന്നെയല്ലേ വിളിച്ചന്വേഷിക്കുന്നത്? ബാങ്കിലെ കുടിശ്ശിക തീർക്കണ്ടേ? മാസാമാസം നക്കാപ്പിച്ച് അയച്ച കടലിൽ കായം കലക്കണ പോലെ ആവുള്ളൂ. അമ്മാവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ എന്റെ കുറി ചേർക്കാന്ന്. അതാവുമ്പോ ഒന്നിച്ച് വലിയൊരു തുക അടയ്ക്കാലോ. അങ്ങനെ എനിക്ക് ചിട്ടി ചേരണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് പറ്റിയ ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അബ്ദുള്ള കാട് വയ്ക്ക്, അയാളുണ്ടല്ലോ എന്റെ ചിട്ടിയില്. വീട്ടിലെ ഞാൻ വയറർച്ചി തിന്നേം കുടിക്കുകയും ചെയ്തിട്ട് ഇപ്പോ കയ്യില് കാശ് തികയില്ലെന്ന. ഇത് ഇവിടെ വരുന്ന എല്ലാ അലവലാദികളുടെയും സ്ഥിരം തട്ടിപ്പാ. 我把钱丢了，已经2天没吃东西了，过一段时间再给。 അയ്യോടാ, അവളുടെ കാശൊക്കെ പോയി. 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ബാക്കി കാശ് പിന്നെ കൊണ്ടുതരാന്നാ പറയണേ. അതാണോ കാര്യം? കരിമേ, ഇവളുടെ കാശ് ഞാൻ എന്റെ പറ്റിൽ എഴുതിക്കോളാം. ഇതാരും തന്റെ അമ്മാവന്റെ മോളാ. യു മണി ഐ ഗിവ്, ബട്ട് യു ചൈനീസ് ടേക്കിംഗ് കൊക്കക്കോള? നോ നോ. 钱你应该给我，变成现在这个样子都是因为你。നിക്കട്ടോ നിക്കട്ടോ, ഞാൻ പറയട്ടെ. എന്താ അവൾ എന്നെ പറ്റി പറഞ്ഞത്? നിങ്ങൾ അവളെ ഈ ഗതിയിലാക്കിയെന്നാ പറഞ്ഞത്. ഇതിനിടയ്ക്ക് അത് ഒപ്പിച്ചോ? അയ്യോ, അത് അവളുടെ തെറ്റിദ്ധാരണയാണ്. നിനക്ക് ചൈനീസ് അറിയാല്ലേ? ഒന്ന് അവൾ വിളിച്ച് ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് അവളോട് പറയണം. അതൊക്കെ ഞാൻ പറയാം, പക്ഷെ എന്റെ ചിട്ടിയുടെ കാര്യം അതൊക്കെ ശരിയാക്കാം. നീ ചെന്ന് വിളിക്കടാ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തിരക്കായത് കൊണ്ട് ഇന്നോ നാളെയോ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കേ. ചൈനീസ് സഖാക്കൾ ഭക്ഷണം കഴിക്കുന്നത് പോലും വളരെ വിദഗ്ധമായിട്ടാണ്. ശരിയാ, ഭക്ഷണം ആദ്യമായിട്ട് കാണാൻ തോന്നുന്നുണ്ട്. നല്ല സ്പീഡ്. അത് പറയരുത്. സമയം ഒട്ടും പാഴാക്കാനില്ലാത്തത് കൊണ്ടാണ് ആ ധൃതി. അതെ. അതെ, ഞാൻ ആ കുറി പുസ്തകം കൊണ്ടുവന്നുണ്ട്. ഐശ്വര്യമായിട്ടാണ് ഒപ്പുവെച്ചേ. എന്നാ പേന. ഓക്കേ, ഡൺ. ആ പ്രശ്നം തീർന്നല്ലോ. ഇനി നീ വിഷയത്തിലേക്ക് കിടക്ക്. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കാം. അതായത് ചൈനയിലെ കമ്മ്യൂണിസം എവിടം വരെ എത്തി? ഉടനെ തന്നെ അമേരിക്കയെ പിന്നിലാക്കൂ എന്ന് ചോദിക്കേ. ചോദിക്ക്. 转过下午5点的时候，美国几点？早上5点。 5 കൊല്ലം കൊണ്ട് പിന്നിലാക്കുന്നാണോ? അതെ, 5 കൊല്ലം കൊണ്ട് ചൈന അമേരിക്കയെ പിന്നിലാക്കും എന്നാണ് പറഞ്ഞത്. ഈ വർഗീയ ശക്തികളെ തുരത്താൻ വേണ്ടി കേന്ദ്രത്തിൽ സെൻട്രൽ ഈ ആജന്മ ശത്രുക്കളായ കോൺഗ്രസിനെ ഞങ്ങൾ പുറത്തുനിന്ന് ഔട്ട്സൈഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് മാത്രം. അതുകൊണ്ട് ചൈനക്ക് ഞങ്ങളോട് പിണക്കമൊന്നുമില്ലല്ലോ. കേരളത്തിലെ സഖാക്കളെ പറ്റിയൊക്കെ അറിയില്ലെന്ന് ചോദിക്കണോ? ആയിക്കോട്ടെ. 是的，我非常喜欢吃蠕虫，是干净的。蛇、蝎子、蚂蚁、蜈蚣，还有很多都非常好吃。 ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്താ പറഞ്ഞത്? അതായത് മലയാളി കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അവക്ക് കാണാപ്പാടാ. സഖാക്കൾ AKG, EMS, കൃഷ്ണപിള്ള, നായനാര് ഇവരൊക്കെ ഇവളുടെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ പോലെയാണെന്ന്. അച്യുതാനന്ദൻ. ഓപ്പോസിഷൻ പിണറായി. ഈ എനിമീസ് വിചാരിക്കുന്നത് പോലെ അവര് തമ്മിൽ നോ പ്രോബ്ലം. ഗുഡ് ഫ്രണ്ട്സ്. നോ പ്രോബ്ലം. No problem, good friends. Good friends.